ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ചേന നടുന്നതിന് മുൻപ് ചേന എങ്ങനെ നടാൻ വേണ്ടി തയ്യാറാക്കണം എന്നുള്ള കാര്യമാണ്. ആദ്യമേ ചേന എടുത്തിട്ട് ചേനയുടെ മുകളിലുള്ള ഈ മണ്ണായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ഇങ്ങനെ എടുത്ത് കളയണം. അത് കളഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ഇതാ ഈ മുള കണ്ട, ആ മുളയെടുത്ത് നമ്മൾ കളഞ്ഞു. ആ മുള കളയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ മുള ഇരുന്ന് കഴിഞ്ഞാൽ ഈ ചേന കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ഒറ്റ ചേന മാത്രമേ നമുക്ക് നടാൻ പറ്റുള്ളൂ. ആ ഒരു ചേന മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. മുള എടുത്ത് കളഞ്ഞതുകൊണ്ട് നമുക്ക് എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഇതിൻ്റെ സൈഡിൽ നമ്മളിങ്ങനെ കുറച്ച് 2-3 കുത്തൊക്കെ ഇട്ട് വെക്കണം. ഇതൊരു പരമ്പരാഗത കൃഷി രീതിയാണ്. ഇങ്ങനെ ഇങ്ങനെ കുത്തൊക്കെ കൊടുത്തിട്ട് ഒരു 3-4 കുത്തൊക്കെ കൊടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ചേനയിൽ ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചാണകത്തിനകത്ത് ഇത് കുളിപ്പിച്ചെടുക്കണം. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചേനയുടെ മുകളിലൊക്കെ ഒരു വെളുത്ത നിറത്തിൽ ഒരു സംഗതി, ഞങ്ങൾ നാട്ടിലൊക്കെ പറയുന്നത് ഊരൻ എന്നാണ്. അപ്പോൾ അത് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചാണകവെള്ളം കലക്കിയതാണ്. കേട്ടോ, ചാണകവെള്ളം. ആ ചാണകവെള്ളത്തിൽ നമ്മൾ ഇവനെ നന്നായിട്ട് മുക്കിയെടുക്കണം. ഇപ്പം എൻ്റെ കയ്യിൽ ഹാൻഡ് ഗ്ലോവ്സ് ഒന്നുമില്ല, സാരമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചാണകം മുക്കിയ പെരയിലൊക്കെ ഒത്തിരി നാൾ കിടന്ന് ജീവിച്ച് മനുഷ്യർ ഒത്തിരി പേരുണ്ട്. അതുപോലെ ഞാനും ചാണകം മെഴുകിയ വീട്ടിലൊക്കെ കിടന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊന്നും പേടിക്കണ്ട. ഇത് ചാണകമാണ്, നമ്മുടെ വീടൊക്കെ മെഴുകുന്ന ചാണകം. പുരയുടെ മുറ്റമൊക്കെ ഈ നെല്ലൊക്കെ കൊയ്യുന്ന സമയത്ത് നെല്ലിടാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട്. മെഴുകിയെടുക്കും. കണ്ട, ഇങ്ങനെ ചേന എടുത്തിട്ട് ഇവനെ പിന്നെ എന്ത് ചെയ്യണമെന്നറിയാമോ? ഇതുപോലെ ഇവനെ വിരിക്കുക. വിരിച്ചിട്ട് വെയിലൊന്നും കൊള്ളാത്ത രീതിയിൽ ഇവനെ ഇങ്ങനെ കമഴ്ത്തി വയ്ക്കുക. അതിനുശേഷം അടുത്തതും എടുക്കുക. അതിലെന്തെങ്കിലും മണ്ണൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കളയുക. അതിനുശേഷം ഇങ്ങനെ മുക്കി നടുക്കത്തെ മുള കളയുക. കളഞ്ഞിട്ട് അതും ഇങ്ങനെ കുത്തിയെടുത്തിട്ട് ചാണകവെള്ളത്തിൽ മുക്കുക. അങ്ങനെ ചാണകവെള്ളത്തിൽ മുക്കിയെടുത്തു കഴിഞ്ഞാൽ ഇവൻ സുരക്ഷിതമാകും. പിന്നെ ഇതിൽ യാതൊരു തരത്തിലുള്ള കീടങ്ങളും പിടിക്കത്തില്ല. ഇതിനെയും നമ്മൾ മെഴുകി നമ്മൾ ചാണകവെള്ളത്തിൽ മുക്കി സൈഡിൽ വെക്കും. അങ്ങനെ ഇത് ഈ ചാണകവെള്ളത്തിൽ മുക്കി വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ ഇരുന്ന് ഉണക്കണം. അങ്ങനെ ഉണങ്ങി നമുക്ക് അതിനെ പിന്നെ ഒരു മരത്തിൻ്റെ തണലിലോ എവിടെയെങ്കിലും എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഒരു 20 ദിവസം കഴിയുമ്പം നമുക്കതിൻ്റെ 4 ചുറ്റും മുള വരും. പിന്നെ സാധാരണ രീതിയിൽ 4-3 കിലോയുള്ള ഈ ചേനയൊക്കെ എടുക്കാറുള്ളൂ. 5-6 എടുക്കാം. എന്നാലും അതിൻ്റെ നമ്മൾ കുഴിയിൽ വയ്ക്കുമ്പം അതിൻ്റെ പീസ് വലുതായി പോകും, ആവശ്യത്തിൽ കൂടുതലാകും. സാധാരണ രീതിയിൽ ഒരു ചേന നടാൻ വേണ്ടിയിട്ട് ഒരു 3/4 കിലോയുള്ള ഒരു പീസ് മതി. അതിൽ ചെറുതാകരുത്. ആ 3/4 കിലോയുള്ള പീസ് ഉണ്ടെങ്കിൽ നമുക്ക് അവനെ നട്ട് കഴിഞ്ഞാൽ നല്ല വളമൊക്കെ കൊടുത്തു കഴിഞ്ഞ് അവനെ നമുക്ക് ഒരു 6-7 കിലോയുള്ള ചേനയെങ്കിലും തീർച്ചയായിട്ടും കിട്ടും. പിന്നെ ഞാനിവിടെ ഈ ചേനയൊക്കെ നടുന്നത് കണ്ട,
ഇങ്ങനെയുള്ള ഗ്രോ ബാഗിലാണ്. ഇതേ ഗ്രോ ബാഗ് കണ്ടോ? ഇത്രയും വലിയ ഗ്രോ ബാഗിൽ ഇതിൻ്റെ അടിയിൽ ചകിരി നിറച്ചിട്ട് കുറച്ച് ഉണങ്ങിയ ഇലകളൊക്കെ അതിൻ്റെ ഉള്ളിലിടും. അതിനുശേഷം മണ്ണിട്ടിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ ഒരു ലെയറായിട്ട് നമ്മൾ കമ്പോസ്റ്റ് വളം ഇടും, പിന്നെ എല്ലുപൊടി ഇടും, അതിൻ്റെ മുകളിൽ പിന്നെയും ഒരു ലെയർ കരികല ഇടും, പിന്നെ അതിൻ്റെ മുകളിൽ ചാണകം. അങ്ങനെ ഇതിനാവശ്യത്തിനുള്ള വളം കൊടുക്കുക. വളം കൊടുത്ത് നമ്മൾ ഇവനെ നടുക. ചേന സാധാരണ രീതിയിൽ നടുന്നത് ഈ ജനുവരി മാസം, ഫെബ്രുവരി, ഒരു മാർച്ച് വരെയൊക്കെ ചേന നടാം. അത് കഴിഞ്ഞ് 240 ദിവസം കഴിയുമ്പോൾ ചേന നമുക്ക് പറിച്ചെടുക്കാം. പിന്നെ ചേന പറിക്കുമ്പോൾ അതിൻ്റെ തണ്ട് നന്നായിട്ട് വാടി കൊഴിഞ്ഞു പോയതിന് ശേഷം, മാഞ്ഞു പോയതിന് ശേഷം മാത്രമേ നമ്മൾ ഈ വിത്തിന് വേണ്ടിയിട്ട് ചേന ഉപയോഗിക്കാവുള്ളൂ. അല്ലാതെ നമുക്ക് വിൽക്കാനോ എന്തോ കാര്യത്തിന് വേണമെങ്കിൽ ഈ 7 മാസം കഴിയുമ്പോഴോ അങ്ങനെയുള്ള സമയത്തൊക്കെ വേണമെങ്കിൽ നമുക്ക് എടുക്കാൻ ചേന. വില 1/2 കിലോയൊക്കെ കുറവ് വരുള്ളൂ. അപ്പം വില നോക്കി, വിലയുള്ളത് നോക്കി ആ സമയത്ത് ചേന വേണേൽ വിൽക്കുന്നവർക്ക് വിൽക്കാം. അപ്പം ഇതൊക്കെയാണ് ചേന നടുന്നതിൽ നമ്മൾ ചേന നടുന്നതിന് മുൻപേ ശ്രദ്ധിക്കേണ്ടത്. ഇനിയിപ്പോൾ അതിന് മുള വന്നു കഴിയുമ്പോൾ ഞാനൊരു ചെറിയ വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു 20-25 ദിവസം നിങ്ങൾ എണ്ണിക്കോ, അതിനുള്ളിൽ അതിൽ മുള വന്നിരിക്കും. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ സഹകരണങ്ങൾ തരിക, അത് സബ്സ്ക്രൈബ് ചെയ്യുക. അതൊക്കെയാണ് ഞങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവം കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇതുപോലെയൊക്കെ പറയുന്നു. ഞാൻ എൻ്റെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിലാണ് ഇത് മുഴുവൻ ചെയ്യുന്നത്. എനിക്കല്ലാതെ ടെറസല്ലാതെ വേറെ സ്ഥലമില്ല. അപ്പം എൻ്റെ 4 ചുറ്റും ബിൽട്ടപ്പ് ഏരിയയാണ്. നടുക്കാണ് എൻ്റെ വീട്. അത് വേണമെങ്കിൽ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഇത് അങ്ങോട്ട് നോക്കിക്കേ, കണ്ടോ? വീടുകൾ മുഴുവൻ വീടുകളാണ്. ഇതേ അങ്ങോട്ട് നോക്കിക്കോ, ആ കാണുന്ന മുഴുവൻ വീടുകൾ. അങ്ങോട്ട് നോക്കിയാലും വീട്, ഇതാ ഇതുവഴി അങ്ങോട്ട് നോക്കിയാലും വീട്. അങ്ങനെ 4 ചുറ്റും വീടുകളാണ്. അപ്പം അതിനുള്ളിൽ നടുക്കായിട്ട് എൻ്റെ വീട്. അപ്പം ഞാൻ ടെറസിൻ്റെ മുകളിൽ ഇതൊക്കെ നട്ട് കഴിഞ്ഞാൽ എനിക്ക് വിഷമില്ലാത്ത പച്ചക്കറികളൊക്കെ കഴിക്കാമല്ലോ എന്നുള്ളൊരു താല്പര്യവും കൂടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കും ഇങ്ങനെയുള്ളൊരു താല്പര്യം ഉണ്ടാകണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് പറ്റുന്നവർ ഒരു ഗ്രോ ബാഗെങ്കിലും വെച്ച് മുളകോ, അതായത് മുളക് ചെടി, അല്ലെങ്കിൽ ഒരു ചെറിയ കാന്താരി ചെടിയോ, അല്ലെങ്കിൽ വേറെ ഒരു ഫ്രൂട്ടിൻ്റെ ചെടിയോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടുക, സഹകരിക്കുക. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക്. ഓക്കെ.